Good afternoon, one and all. In today's session, I would like to take a class on fundamental rights and constitutional protection of rights. ഇപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതോടൊപ്പം മനുഷ്യാവകാശങ്ങളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഓക്കെ, അപ്പം എല്ലാ ജനാധിപത്യ നമ്മുടെ പുതിയ ടെക്സ്റ്റിലാണെങ്കിൽ പേജ് നമ്പർ 117 കേട്ടോ, 117. ഓക്കെ, അപ്പോൾ എല്ലാ ജനാധിപത്യ രാജ്യങ്ങളിലും പൊളിറ്റിക്കൽ ഡെമോക്രസി ആ രാജ്യം ഉറപ്പുവരുത്തുന്നുണ്ട് ജനങ്ങൾക്കുള്ളത്. അപ്പം ഒരു പരിധിയിൽ കൂടുതൽ വ്യക്തികളുടെ കാര്യങ്ങളിൽ ഇടപെടുവാൻ രാഷ്ട്രത്തിന് അധികാരം ഇല്ല. കുറച്ച് പ്രൈവസിയും കുറച്ച് ഫ്രീഡവും ഒക്കെ ജനങ്ങൾക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അതാണ് ഫണ്ടമെൻ്റൽ റൈറ്റ് വഴി കൂടുതലായിട്ടും നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ദീസ് റൈറ്റ്സ് ആർ കൺസിഡർഡ് ആസ് ഫണ്ടമെൻ്റൽ ബിക്കോസ് ദേ ആർ വെരി ഇസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻ്റലക്ച്വൽ, മോറൽ, ഫിസിക്കൽ ആൻഡ് സ്പിരിച്വൽ സ്റ്റാറ്റസ് ഓഫ് ദി ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ധാർമ്മികവും ബൗദ്ധികവും അതുപോലെ ഫിസിക്കലും ശാരീരികവും മാനസികവും ആത്മീയവുമായ വളർച്ചയ്ക്ക് റൈറ്റ്സ് ആവശ്യമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ 1928 ആദ്യമായി ഡിമാൻഡ് ഫോർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉയർന്നു വരുന്നത് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ. ആ നെഹ്റു കമ്മിറ്റി പറയുന്നത് എ ഡിക്ലറേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വാസ് കൺസിഡർഡ് എസെൻഷ്യൽ ഫോർ പ്രൊട്ടക്റ്റിംഗ് ദ മൈനോറിറ്റീസ് ഫ്രം ദ ടിറാനി ഓഫ് ട്രാൻസിയൻ മെജോറിറ്റി ആൻഡ് ഫോർ ദി പ്രൊട്ടക്റ്റിംഗ് ദ ഇൻഡിവിജ്വൽസ് ഫ്രീഡം ഫ്രം ആർബിട്രറി യൂസ് ഓഫ് ദി എക്സിക്യൂട്ടീവ്. അപ്പം എക്സിക്യൂട്ടീവിൻ്റെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആർബിട്രറി ആയിട്ടുള്ള അധികാരം എടുത്ത് പ്രയോഗിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയും, അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ന്യൂനപക്ഷത്തിൻ്റെ മേൽ നടത്തുന്ന ദുർഭരണമല്ല എന്നും, അല്ലേ? ഇപ്പോൾ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ മേലുള്ള ദുർഭരണമല്ല ജനാധിപത്യം എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും എല്ലാവർക്കും കുറച്ച് അവകാശങ്ങൾ ഉറപ്പുവരുത്തണമെന്നുമാണ് നെഹ്റു കമ്മിറ്റി റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത്. The decision of the incorporation of fundamental rights in the Indian Constitution through the objective resolution was drafted and moved by Pandit Jawaharlal Nehru in the Constituent Assembly on December 13, 1946. It was adopted by the Constituent Assembly on January 22, 1947. It guaranteed and secured to all people of India justice, equality and freedom. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും നീതിയും സമത്വവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി ജനുവരി 22, 1947 അംഗീകാരം കൊടുത്തു. ഇറ്റ് ഓൾസോ പ്രൊവൈഡഡ് അഡിക്വേറ്റ് സേഫ് ഗാർഡ്സ് ടു മൈനോറിറ്റീസ്, ഡിപ്രസ്ഡ് ആൻഡ് അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്. അപ്പം മതന്യൂനപക്ഷങ്ങൾക്കും ഭാഷാന്യൂനപക്ഷങ്ങൾക്കും അധസ്ഥിത വർഗ്ഗക്കാർക്കും SC, ST, OBC വിഭാഗക്കാർക്കും ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന നമ്മൾ തയ്യാറാക്കിയത്. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ അണ്ടർ പാർട്ട് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. The fundamental rights under Part 3, Article 12 to 35 of the Constitution contains an elaborate list of civil and political rights divided into 6 categories. Most of the rights are against the arbitrary action of the state. അപ്പം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ നമുക്കറിയാം. പാർട്ട് 3 ആർട്ടിക്കിൾ 12 to 35 അല്ലെങ്കിൽ 14 to 32 ഡീൽ ചെയ്യുന്നുണ്ട്. അതും 6 ഫോൾഡ് ക്ലാസിഫിക്കേഷൻ 6 നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. റൈറ്റ് ടു ഈക്വാളിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആൻഡ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഇങ്ങനെ 6 തിരിച്ചിട്ടുള്ളത്. We borrowed the concepts of fundamental rights from the US Constitution. These rights are justiciable in nature and constitutional remedies are provided for their enforcement. അല്ലേ, ഇത് ജസ്റ്റീഷ്യബിൾ ആണ്. ഇത് വയലേറ്റ് ചെയ്താൽ നമുക്ക് കോടതിയിൽ പോയി നേടിയെടുക്കാൻ സാധിക്കും. The Constitution thus makes the judiciary the guardian of the rights and liberties of the people. അപ്പോൾ ജനങ്ങളുടെ റൈറ്റ്സും ലിബർട്ടിയും സംരക്ഷിക്കുന്നതിന് ജുഡീഷ്യറി ഒരു രക്ഷകർത്താവായി ഇവിടെയുണ്ട്. If any of the rights are violated, a citizen has the right to seek protection from judiciary. അപ്പം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ് വയലേറ്റ് നിഷേധിക്കപ്പെട്ടാൽ ഇന്ത്യയിൽ സുപ്രീം കോടതി വഴിയായി അദ്ദേഹത്തിന് സാധിച്ചു കിട്ടും, അത് നേടിയെടുക്കാൻ സാധിക്കും. They are binding on the legislature as well as on the executive. Any act of the legislature or order of the executive can be declared null and void if it violates any of the fundamental rights guaranteed to the citizens by the Constitution. അപ്പം ഏത് ലെജിസ്ലേച്ചറിൻ്റെ നിയമമായാലും ശരി, ഏത് എക്സിക്യൂട്ടീവിൻ്റെ ഓർഡർ ആയാലും ശരി, അത് ഫണ്ടമെൻ്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്ന നിയമമോ ഓർഡറോ ആണെങ്കിൽ
കോടതി ആ നിയമത്തെ അല്ലെങ്കിൽ ഓർഡറിനെ റദ്ദാക്കി കളയും, നൾ ആൻഡ് വോയിഡ് ആക്കി തരും. ദീസ് റൈറ്റ്സ് ആർ മെൻറ്റ് ഫോർ പ്രൊമോട്ടിംഗ് ദ ഐഡിയ ഓഫ് പൊളിറ്റിക്കൽ ഡെമോക്രസി ബട്ട് നൺ ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ അബ്സല്യൂട്ട്. അല്ലേ, ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യയിലെ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സും അബ്സല്യൂട്ട് അല്ല, അല്ലെങ്കിൽ പരിധികളില്ലാതെ എൻജോയ് ചെയ്യുവാൻ സാധിക്കുന്നതല്ല. ഇതിനെല്ലാത്തിനും പരിധിയുണ്ട്. The Constitution itself provides necessary limitations over it. The state has the right to impose reasonable restrictions over these rights. അപ്പം ന്യായമായ നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയും, അല്ലേ. അപ്പം ഓരോ ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ മുകളിലും ന്യായമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ സീക്സ് ടു സ്ട്രൈക്ക് എ ബാലൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് സോഷ്യൽ ഇൻട്രസ്റ്റ്. അപ്പം വ്യക്തിയുടെ താല്പര്യം സമൂഹത്തിൻ്റെ താല്പര്യത്തെ ഹനിക്കരുത്, അല്ലേ. എനിക്ക് കൈ ഇങ്ങനെ നേരെ നീട്ടാനുള്ള അവകാശമുണ്ട്, പക്ഷേ അടുത്തിരിക്കുന്ന ആളുടെ ആ മൂക്കിൻ തുമ്പത്തോ ദേഹത്തോ തൊടുന്ന രീതിയിൽ കൈ ഉയർത്താൻ എനിക്ക് പറ്റില്ല, അല്ലേ. അപ്പം സമൂഹത്തിൻ്റെ താല്പര്യത്തെ നശിപ്പിക്കുന്ന രീതിയിൽ വ്യക്തി സ്വാതന്ത്ര്യം മാറരുത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കറിയാലോ റൈറ്റ് ടു ഇക്വാളിറ്റി ആർട്ടിക്കിൾ 14 to 18, സമത്വത്തിനുള്ള അവകാശം. ദെൻ റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 to 22. ഒരുപാട് തവണ പഠിച്ച കാര്യങ്ങൾ. ആർട്ടിക്കിൾ 19 എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അല്ലേ, 6 ഫ്രീഡംസ്, 6 സ്വാതന്ത്ര്യങ്ങൾ. ഇനി ആർട്ടിക്കിൾ 23 and 24 റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, അല്ലേ, മനുഷ്യക്കടത്ത് തടഞ്ഞിരിക്കുന്നു, സ്ത്രീകളെയും കുട്ടികളെയും അല്ലെങ്കിൽ അതോടൊപ്പം ബാലവേല നിരോധിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നു, അല്ലേ. പിന്നെ റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 25 to 28, അല്ലേ. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും പ്രചരിപ്പിക്കുവാനും ഒക്കെ ഉള്ള അവകാശം, മതപരമായ കാര്യങ്ങൾ, ചാരിറ്റി സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം. ദെൻ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശം ആർട്ടിക്കിൾ 29 ഉം 30, അല്ലേ. അപ്പം ഏത് മതന്യൂനപക്ഷങ്ങളായാലും ശരി, ഭാഷാ ന്യൂനപക്ഷങ്ങളായാലും ശരി, അവരുടെ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, ലിപി, കൾച്ചർ ഇതെല്ലാം സംരക്ഷിക്കുവാൻ, അതോടൊപ്പം മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അവരുടേതായ രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ, അല്ലേ. ഗവൺമെൻറ്റിന് ഒരു പരിധിയിൽ കൂടുതൽ ഇടപെടാൻ സാധിക്കാത്ത രീതിയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അവകാശവും കിട്ടുന്നു. ലാസ്റ്റത്തെ ആർട്ടിക്കിൾ 32 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പ്രതിവിധികൾ. ഡോക്ടർ B.R. അംബേദ്കർ, ദ ഫാദർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഡിസ്ക്രൈബ് ദിസ് റൈറ്റ് ആസ് ദ ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ആർട്ടിക്കിൾ 32, അല്ലേ. അപ്പം ഇഫ് എനി ഓഫ് ദി ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർ വയലേറ്റഡ് ബൈ ദ സ്റ്റേറ്റ്, സിറ്റിസൺസ് ക്യാൻ അപ്രോച്ച് സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട് ഫോർ അപ്രോപ്രിയേറ്റ് പ്രൊസീഡിങ്സ്. Citizen can approach Supreme Court through Article 32 and citizen can approach High Court through Article 226. Okay. പിന്നെ റിട്ടുകൾ, അല്ലേ. There are 5 writs: habeas corpus, mandamus, prohibition, certiorari and quo warranto, അല്ലേ. അപ്പോൾ ഇത് ഈ രീതിയിലാണ്. അപ്പം ഇന്ത്യയിലെ ഫണ്ടമെൻ്റൽ റൈറ്റ് 14 മുതൽ 32 വരെയുള്ള ഫണ്ടമെൻ്റൽ റൈറ്റിൽ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മനുഷ്യാവകാശങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഭരണഘടനയും മനുഷ്യാവകാശങ്ങളും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ് എഴുതി വെച്ചാൽ മാത്രം മതി, കേട്ടോ. ഇനി ഫണ്ടമെൻ്റൽ റൈറ്റും പാർട്ട് 4 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, അല്ലേ. ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും മനുഷ്യാവകാശങ്ങളും തമ്മിൽ എങ്ങനെ യോജിച്ച് പോകുന്നു, അല്ലേ, അതാണ് കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തേക്കാം. ദ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അണ്ടർ പാർട്ട് 4 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്രൈസസ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. These principles are the ambitions and aspirations of the makers of the constitution regarding the establishment of a സോഷ്യലിസ്റ്റിക് പാറ്റേൺ ഓഫ് വെൽഫെയർ സ്റ്റേറ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലൊരു സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ക്ഷേമരാഷ്ട്രം പടുത്തുയർത്തുക എന്ന നമ്മുടെ ഭരണഘടനാ ശില്പികളുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ അംഗങ്ങളുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. It is promoting the idea of social and economic democracy. The constitution itself declares that these principles are fundamental in governance of the country and it shall be the duty of the state to apply these principles in making laws. അപ്പോൾ നിയമം നിർമ്മിക്കുമ്പോൾ രാഷ്ട്രം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന് യോജിക്കുന്ന നിയമങ്ങൾ വേണം നിർമ്മിക്കുവാൻ. For the academic point of view, they can be classified into 3 broad categories: socialist, Gandhian and liberal intellectual. അപ്പോൾ 3 രീതിയിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ. സോഷ്യലിസ്റ്റിക് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്, ഗാന്ധിയൻ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഉണ്ട്, അതോടൊപ്പം ലിബറൽ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള തത്വങ്ങളുണ്ട്. സം ഓഫ് ദീസ് പ്രിൻസിപ്പിൾസ് ആർ സെക്യൂറിംഗ് ടു ഓൾ മെൻ ആൻഡ് വിമൻ ദ റൈറ്റ് ടു adequate means of livelihood, equal pay for equal work for both men and women, protecting the health and strength of workers and children, to promote social equal justice, provide a living wage and conditions of work, fair distribution of wealth, free and compulsory primary education, organization of village panchayat to promote international peace and security, etc. അപ്പോൾ ഇങ്ങനെ സോഷ്യലിസ്റ്റ് രീതിയിലുള്ള ഗാന്ധിയൻ രീതിയിലുള്ള
വെസ്റ്റേൺ രീതിയിലുള്ള ഒരുപാട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഇതൊക്കെ തന്നെ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. These principles are like instruments of instructions, political manifesto and code of moral precepts which have to guide the government of our country. They lay down a code of conduct for the administrators of India while they discharge their responsibilities as agents of the sovereign power of the nation. These principles are fundamental in governance of the country and constitutional guidelines to both central and state governments in legislative, executive and administrative matters. അപ്പം ലെജിസ്ലേറ്റീവായിട്ടുള്ള അതോടൊപ്പം എക്സിക്യൂട്ടീവായിട്ടുള്ള ഭരണപരമായ കാര്യങ്ങളിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന് അനുയോജ്യമായ നിയമങ്ങളും ഓർഡറുകളും ഉത്തരവുകളും ഒക്കെ പുറപ്പെടുവിക്കുക. For implementing the provisions of DPSP and protect the basic needs and rights of citizens, the government introduced a number of policies and programs in India like abolished the old institutional system such as സമീന്ദാർസ്. അതൊക്കെ അണ്ടർലൈൻ ചെയ്തു കേട്ടോ. അപ്പോൾ സമീന്ദാരി സിസ്റ്റം, ജന്മികളെ ഇല്ലാതാക്കി, ജാഗീർദാർ എക്സെട്ര, ആൻഡ് ഇനാക്റ്റഡ് ലെജിസ്ലേഷൻ ഫോർ ഫിക്സിംഗ് മാക്സിമം ഏരിയ ഓഫ് ലാൻഡ്. അല്ലെ, ഒരാൾക്ക് കൈവശം വയ്ക്കാവുന്ന ഭൂമിക്ക് പരിധി വെച്ചു, ലാൻഡ് സീലിംഗ് കൊണ്ടുവന്നു. മെയ്ഡ് ദ ഏജ് ഓൾഡ് സിവിൽ സിസ്റ്റം ഓഫ് അൺടച്ചബിലിറ്റി അയിത്തം ഇല്ലാതാക്കി, തൊട്ടുകൂടായ്മ ഇല്ലാതാക്കി. ഫിക്സ്ഡ് മിനിമം വേജസ് ഫോർ വർക്കേഴ്സ്, തൊഴിലാളികൾക്ക് മിനിമം വേജ് ഉറപ്പാക്കി. തൊഴിൽ നിയമങ്ങൾ ആധുനികവൽക്കരിച്ചു. വർക്കേഴ്സിൻ്റെ കണ്ടീഷൻസ് ആധുനികവൽക്കരിച്ചു, മെച്ചപ്പെടുത്തി. മിനിമം വേജ് ആക്ട് പാസ്സാക്കി, തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. 86-ാം ഭേദഗതി വഴിയായി 2002 ഫണ്ടമെൻ്റൽ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെയൊക്കെ വിദ്യാഭ്യാസാവകാശം ഇതെല്ലാം വഴി ഒരുപാട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. A number of laws have been made for both central and state governments for the upliftment of SC, ST, OBC. ഇവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് റിസർവേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പ്രിയാമ്പിളിലും ഫണ്ടമെൻ്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിലെല്ലാം ഈ റിസർവേഷൻ പോലുള്ള കാര്യങ്ങൾ SC, STക്കാരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക, അതുവഴി സാമൂഹ്യ നീതി ഉറപ്പുവരുത്തുക, മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതി ഒരുപാട് മനുഷ്യാവകാശങ്ങൾ പാർട്ട് 3 വഴിയായി സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് ടു ഹെൽത്ത്, ആരോഗ്യത്തിനുള്ളത്, അതോടൊപ്പം ടോർച്ചർ ചെയ്യാതിരിക്കുക, പ്രൈവസി, സ്വകാര്യതയ്ക്ക്, വിദേശത്തോട്ട് ട്രാവൽ പോകാനുള്ള അവകാശം, ഇങ്ങനെ ഒരുപാട് ഫ്രീ ലീഗൽ എയ്ഡ്, ഇങ്ങനെ ഒരുപാട് മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിൽ പറയുന്നുണ്ട്. ഇതിൽ പലതും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ 12 മിനിറ്റ് ക്ലാസ് 13 മിനിറ്റ് ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഇന്ന് നമ്മൾ പഠിച്ചത് ഫണ്ടമെൻ്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളുമായി മനുഷ്യാവകാശങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഫണ്ടമെൻ്റൽ റൈറ്റും ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിളും മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണോ? ആണ് എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. നിങ്ങൾ നല്ലതുപോലെ പഠിച്ച് എഴുതിക്കൊള്ളുക. ഓക്കെ, വി വിൽ കണ്ടിന്യൂ ഓൺ ദി നെക്സ്റ്റ് ക്ലാസ്. സോ താങ്ക് യു.